ചില ദുരന്തങ്ങൾ മനസ്സിനെ വല്ലാതെ പൊള്ളിക്കും. കാഞ്ഞങ്ങാട് ദേശീയപാത 66-ൽ ഐങ്ങോത്ത് വെച്ച് ഉണ്ടായ ആ ഭീകര അപകടം ഇന്ന് ഒരു നാടിന്റെ ഹൃദയത്തിലാണ് മുറിവായി നിൽക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഹൈവേ പട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതമാണ് ഒരു നിമിഷത്തെ കാർ അപകടം കൊണ്ട് മാറിമറിഞ്ഞത്. നിയന്ത്രണം വിട്ട കാർ ഇരുവരെയും വന്നിടിക്കുകയായിരുന്നു. സൂരജ്, അലോഷ്യസ് മാത്യു എന്നീ പോലീസുകാരുടെ കാലുകളാണ് ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഇതിൽ സൂരജിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വ്യാഴാഴ്ച ഉച്ചയോടെ കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് ദേശീയപാത 66-ൽ വെച്ചായിരുന്നു ഈ ദാരുണമായ അപകടം ഉണ്ടായത്. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന ഒരാൾ ഓടിച്ച മാരുതി ബലേറോ കാർ നിയന്ത്രണം വിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഡ്രൈവർക്ക് പെട്ടെന്നുണ്ടായ അസ്വാസ്ഥ്യമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ വിവരം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ മംഗളൂരുവിലെ ഡോക്ടർ ശാന്താറാം ഷെഡ്ഡി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനും കാലുകൾ നിലനിർത്താനും ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും പരിക്കുകൾ അത്രമേൽ ഗുരുതരമായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച ശസ്ത്രക്രിയ വൈകുന്നേരം 6 മണിയോടെയാണ് അവസാനിച്ചത്. 8 വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മണിക്കൂറുകളോളം പരിശ്രമിച്ചെങ്കിലും ഒടുവിൽ ജീവൻ നിലനിർത്താനായി ഇരുവരുടെയും കാലുകൾ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന അവസ്ഥയിലെത്തി. ഇരുവരുടെയും പൂർണ്ണ സമ്മതത്തോടെയാണ് ഡോക്ടർമാർ ഈ ഹൃദയഭേദകമായ തീരുമാനം നടപ്പിലാക്കിയത്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സൂരജിന്റെ അവസ്ഥ ഇപ്പോഴും ആശങ്കാജനകമാണ്. ഒരു കാൽ മുറിച്ചു മാറ്റിയതിന് പുറമെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാലിനും കടുത്ത പരിക്കുകൾ ഉള്ളതിനാൽ അതും നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ആശുപത്രി അധികൃതർ. അടുത്ത 3 ദിവസത്തെ നിരീക്ഷണം സൂരജിനേറെ നിർണായകമാണ്. അലോഷ്യസ് മാത്യുവും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. അണുബാധ ഉണ്ടാകാതിരിക്കാൻ അടുത്ത 3 ദിവസത്തേക്ക് ആശുപത്രിയിൽ സന്ദർശകർക്ക് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി വരാന്തകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കുന്നവരുടെ പോലും നെഞ്ചു തകർക്കുന്നതാണ്. എന്ത് പറയണമെന്നറിയാതെ കണ്ണീരൊഴുക്കുന്ന അലോഷ്യസിന്റെ ഭാര്യയും മകളും. സഹപ്രവർത്തകരുടെ അവസ്ഥയോർത്ത് വിങ്ങിപ്പൊട്ടുന്ന മറ്റ് പോലീസുകാരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. കാസർഗോഡ് ഇൻസ്പെക്ടർ നളിനാക്ഷന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഇരുവരുടെയും അടുത്ത സുഹൃത്തായ കോൺഗ്രസ് നേതാവ് പി പ്രദീപും കഴിഞ്ഞ 2 ദിവസമായി ആശുപത്രിയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് ചികിത്സാ സൗകര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ യാത്രകൾ സുരക്ഷിതമാക്കാൻ റോഡരികിൽ കാവൽ നിന്ന 2 പോലീസുകാർക്ക് തങ്ങളുടെ ഔദ്യോഗിക ജീവിതങ്ങളും സ്വപ്നങ്ങളും വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകർ. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സൂരജിന്റെ അവസ്ഥ ഇപ്പോഴും ആശങ്കാജനകമാണ്. ഒരു കാൽ മുറിച്ചു മാറ്റിയതിന് പുറമെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാലിനും കടുത്ത പരിക്കുകൾ ഉള്ളതിനാൽ അതും നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ആശുപത്രി അധികൃതർ. അടുത്ത 3 ദിവസത്തെ നിരീക്ഷണം സൂരജിനേറെ നിർണായകമാണ്. അലോഷ്യസ് മാത്യുവും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. അണുബാധ ഉണ്ടാകാതിരിക്കാൻ അടുത്ത 3 ദിവസത്തേക്ക് ആശുപത്രിയിൽ സന്ദർശകർക്ക് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.